വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു വിഷയമേഖലയാണ്. ജീവിതഗന്ധമുള്ള, ജീവിതത്തിൻ്റെ മണമുള്ള ഒരു വിഷയമാണ് കുടുംബം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതാണ്. ആവർത്തന വിരസമാകുന്ന, വീണ്ടും വീണ്ടും നിക്കാഹിൻ്റെ ഖുതുബകളിലൊക്കെ നിരന്തരമായി കേൾക്കാൻ ഇടവന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന നിലയ്ക്ക് ഈ സംഗതിയെ സംബന്ധിച്ചുള്ള ഏകദേശ ധാരണയുള്ളവരായിരിക്കും എന്നെ മുന്നിലിരിക്കുന്ന എല്ലാവരും തന്നെയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മുടെ പ്രശ്നം അതൊന്നുമല്ല. നമ്മുടെ പ്രശ്നം പഴയകാല കുടുംബ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ്. നേരത്തെയൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു മുൻവിധിയുമില്ലാതെ പറയുകയാണ്, നമ്മുടെ സംസ്ഥാനത്ത് 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിൽ മലപ്പുറം ജില്ലയ്ക്ക് ഇന്നും നിലനിൽക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. ആ വിഷയം, ആ മേഖലയിൽ കൃത്യമായി പഠിച്ചും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. സംസ്ഥാനത്ത് ഏറ്റവും കുറവ് ജനസംഖ്യയിൽ തിരുവനന്തപുരം ജില്ലയും മലപ്പുറം ജില്ലയും ഒപ്പത്തിനൊപ്പമാണെന്ന് പറയാം. പക്ഷെ ഏറ്റവും കൂടുതൽ വൃദ്ധ സദനങ്ങളുള്ളത്, കുടുംബത്തിലെ കാരണവന്മാരെ മാറ്റിപ്പാർപ്പിക്കുന്നത് തിരുവനന്തപുരം പോലുള്ള ജില്ലകളാണെങ്കിൽ, വൃദ്ധസദനങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കുറവ് മലപ്പുറം ജില്ലയാണ്. നിലനിൽക്കുന്ന, ഇപ്പോഴും നിലനിർത്തിപ്പോരുന്ന ഒരു മഹത്വം, ഒരു പോസിറ്റീവ് എനർജിക്ക് സത്യസന്ധമായി ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രായം ചെന്നാൽ ഈ യൂസ് ആൻഡ് ത്രോ ഉപയോഗിച്ച് എറിഞ്ഞേക്കുക എന്നതാണല്ലോ പൊതുവിൽ ഇന്ന് സമൂഹം സ്വീകരിച്ചു വരുന്ന നയവും. ഈ ഭൗതിക ആസക്തികളൊക്കെ നിറഞ്ഞ കാലത്ത് ഒരു നിയമം പോലെ ആചരിച്ചു വരുന്ന നിലപാടും. പക്ഷെ മലപ്പുറം ജില്ലയിൽ അങ്ങനെയില്ല. കാരണവന്മാരെ ഉപേക്ഷിക്കുന്ന ആ രീതി ഇനി മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കും ഇല്ല. അവരും കാരണവന്മാരെ കൂടെ നിർത്തുന്ന ഒരു മനോഭാവത്തിലും സംസ്കൃതിയിലുമാണ് അവരും ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. ഇസ്ലാം മതം മാത്രമാണ് കുടുംബത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന ധാരണ ശരിയായിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇസ്ലാം മാത്രമല്ല, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ഗുരുദേവോ ഭവ, ദൈവത്തെ പോലെ മാതാവിനെ, ദൈവത്തെ പോലെ പിതാവിനെ, ദൈവത്തെ പോലെ ഗുരുവിനെ ആദരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയാണ് ഇന്നും നിലനിൽക്കുന്നത്. അമ്മയെയും അച്ഛനെയും ഉപേക്ഷിക്കണമെന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രവും ഇന്ന് ഈ ഭൂമുഖത്തില്ല. അത് തത്വശാസ്ത്രത്തിന്റെ തകരാറല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ ഭാഗം പറയുന്നത്. പക്ഷെ നമുക്ക് തകരാറുണ്ട്. നമ്മുടെ തകരാറ് നമ്മുടെ മനോഭാവത്തിന്റെ തകരാറാണ്, നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. ഒരാളെ കൊണ്ട് നമുക്ക് എത്ര ഉപകാരമുണ്ട്, ആ ഉപകാരത്തിന്റെ കാലഘട്ടം കഴിഞ്ഞാൽ അയാളെ തൽക്കാലം മാറ്റിവെക്കാവുന്നതാണ് എന്നതാണ് നമ്മൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം. നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സദസ്സ് എന്ന അർത്ഥമില്ല, ഒരു ജില്ല എന്നതിന് അർത്ഥമില്ല. പൊതുസമൂഹം അങ്ങനെയാണ്. കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാതിരുന്ന കാര്യങ്ങളാണ് ഇന്ന് കുടുംബജീവിതത്തിൽ അരങ്ങേറുന്നതായിട്ട് നാം പത്രങ്ങൾ വായിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ
ഞെട്ടിപ്പിക്കുന്നത് എന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞെട്ടിപ്പിക്കുന്നില്ല. കാരണം അത്രയേറെ സാർവത്രികമായിരിക്കുന്നു കുടുംബ ശൈഥില്യം, കുടുംബ തകർച്ച എന്നത്. അത് കുടുംബം തകരുക എന്നിടത്ത് അവസാനിക്കുന്നുമില്ല. പലപ്പോഴും ജീവിത പങ്കാളിയെ വകവരുത്തണം. അത് ചായയിലായാലും ജ്യൂസിലായാലും കഷായത്തിലായാലും വിഷം കലർത്തി കൊടുത്ത് ജീവിത പങ്കാളിയെ ഇല്ലാതാക്കണം എന്നതിലേക്ക് വരെ വളർന്ന് നശിച്ചെത്തിയിരിക്കുന്നു നമ്മുടെ സമൂഹം. പിന്നെ അതിലേതെങ്കിലും ഒരു മതം ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അത് ഏറിയും കുറഞ്ഞു വിരിക്കും. താരതമ്യേന എന്തെങ്കിലുമൊക്കെ വ്യത്യാസം പൊതുവിൽ ആളുകൾ പറയുന്നത് ഉണ്ടാവുകയും ചെയ്തേക്കും. ഒരു മതത്തിന്റെ സ്വാധീനം, ആ മതത്തിൽ ചെറുപ്പത്തിലെ മാതാപിതാക്കളെ സംബന്ധിച്ചും കുടുംബത്തെ സംബന്ധിച്ചുമൊക്കെ വളർത്തി വന്ന മൂല്യങ്ങളുടെ, മനസ്സിൽ കൽപ്പിച്ചു പോകുന്ന ധാരണകളുടെ മഹത്വം കൊണ്ട് ചില വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നല്ലാതെ പൊതുസമൂഹത്തിൽ ഇന്ന് ഏത് പ്രത്യേക വിഭാഗം എന്നൊന്നും നോക്കിയല്ല നമ്മൾ വാർത്തകൾ വായിക്കുന്നത്. വലിയ പ്രശ്നമാണ്. അത് ഈ ന്യൂജൻ പ്രശ്നമാണ് എന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. ന്യൂജനിന്റെ പ്രശ്നം. എന്ത് ന്യൂജൻ? ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിച്ചേക്കില്ല എന്ന വിനീതമായ വിചാരത്തോടെ പറയുന്നതാണിത്. എന്റെ ചെറുപ്പത്തിൽ നായനെ കണ്ടാൽ കല്ലെറിയാതെ വിടുന്നത് വളരെ മോശം കാര്യമാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നിങ്ങൾ ആരെങ്കിലും നായ്ക്കളെ കല്ലെറിയാറുണ്ടോ? കാണുമ്പോ തന്നെ ഉണ്ടോ? ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു അധ്യാപകനായി ദീർഘകാലമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഇപ്പൊ ഒരു കോളേജിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, തീർച്ചയായിട്ടും പുതിയ തലമുറ പഴയതുപോലെ അപകടകാരികളല്ല എന്നാണ് എന്റെ വിശ്വാസം. അത് പുതിയ തലമുറയെ മുന്നിലിരുത്തി സുഖിപ്പിക്കാൻ പറയുന്ന ഒന്നുമല്ല. ഒരു തുമ്പിയുണ്ട്, ആ തുമ്പിയെ പിടിച്ച് നമ്മൾ സാധാരണ മലയാളത്തിന്റെ മലയാള പഴഞ്ചൊല്ലിൽ കയറിക്കൂടിയതുപോലെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത് എന്ന് പറയുമല്ലോ. അപ്പൊ തുമ്പിയെ പിടിച്ച് ശരിക്കും ഒരു ചെറിയ കല്ലതിന്റെ കാലുകളിൽ അങ്ങനെ വെച്ചുകൊടുത്ത് അങ്ങനെ ആനന്ദിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തിൽ. തീപ്പെട്ടി കയ്യിൽ വെച്ച് പുൽച്ചാടിയെ പിടിച്ച് തീപ്പെട്ടിക്കൂട്ടിലാക്കി, എന്തിനെന്നറിയില്ല, കുറെ നേരം കഴിയുമ്പോൾ അതൊക്കെ ചത്തിട്ടുണ്ടാവും, അതിനെ അങ്ങോട്ട് വിടുന്ന പതിവുണ്ടായിരുന്നു എന്റെ ചെറുപ്പത്തിൽ. ഹെലികോപ്റ്റർ പോലെ ഒരു തുമ്പിയുണ്ട്, അതിന്റെ വാലിൽ നൂല് കെട്ടിയിട്ട് അതിനെങ്ങനെ പറത്തും. കുറെ നേരം കഴിയുമ്പോൾ അതിന് ഈ നൂലിന്റെ ചെറുതെങ്കിലും ആ ഭാരം താങ്ങാൻ പറ്റാതെ അത് നിലത്ത് വീഴും വരെ ഈ ഏർപ്പാട് ഈ ഏർപ്പാട് നടത്തും. ഏതാണ്ട് എന്റെ പ്രായമോ എന്റെ താഴെ പ്രായമോ ഉള്ള ആളുകളോടൊക്കെ ചോദിച്ചു നോക്കൂ, ഈ കുട്ടികൾ ആരും ഇതൊന്നും ചെയ്യുന്നില്ല. എവിടെയോ ദയവിന്റെ, ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ നമ്മളുടെ മക്കളുടെ മനസ്സിൽ വന്നുകൂടിയ അലിവിന്റെ, കരുണയുടെ സ്വാധീനം കൊണ്ടാകും ഈ മക്കൾ അവരുടെ ചെറുപ്പ വിനോദങ്ങളിൽ ഇതൊന്നുമില്ല. അവർക്കൊരു മൊബൈൽ കിട്ടിയാൽ എല്ലാ പ്രശ്നവും മിക്കവാറും പരിഹരിക്കപ്പെടും. അവരുടെ പ്രശ്നം അതാണ്, അല്ലേ? അപ്പൊ കുട്ടികൾ താരതമ്യേന തലമുറ മാറ്റത്തിൽ വന്നത്, പുതിയ തലമുറ ഒക്കെ മോശം അങ്ങനെയല്ല ഞാൻ കാണുന്നത്. ഇനി കൊലപാതകത്തിന്റെ ഒക്കെ ആണെങ്കിൽ എല്ലാ കാലത്തും കൊലപാതകങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് കൊലപാതകങ്ങളുടെ എണ്ണത്തിലും സ്വഭാവത്തിലുമൊക്കെ ചെറുചില്ലറ മാറ്റങ്ങളൊക്കെ കണ്ടേക്കാം. ആ മാറ്റങ്ങളാകട്ടെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഉള്ളവൻ ഏറ്റവും സമർത്ഥമായ ആളുകളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. വിദ്യാഭ്യാസം കുറഞ്ഞവൻ താരതമ്യേന സാമർഥ്യം, അവന്റെ ആ പറ്റിക്കലിലും ചതിയിലും വഞ്ചനയിലും കൊലപാതകത്തിലും ഒക്കെ സാമർഥ്യം കുറവായിരിക്കും. പിടിക്കപ്പെടാതെ എങ്ങനെ സമർത്ഥമായി കൊല നടത്താം എന്ന് ഒരു കെമിസ്റ്റ് ഇരുന്ന് ആലോചിക്കുന്നത് പോലെ
ഒരു ഡോക്ടർ ഇരുന്ന് ആലോചിക്കുന്നത് പോലെ അത്രയും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ആലോചിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പ്രശ്നം അതാണ്. പിന്നെ വേറൊന്ന്, അതും നിങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല. നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ എന്നും ജീവിതത്തിന്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മുടെ മുമ്പിൽ വഴികൾ ഒരുപാടുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുൻ നിസാ, ഇൻ യുരീദ ഇസ്ലാഹൻ, റിപ്പയർ ചെയ്ത് പോകാൻ ഇസ്ലാഹ് എന്നാ പറഞ്ഞത്. എന്തിനെ കുറിച്ചാണെന്നറിയോ? കുടുംബ വഴക്കുകൾ വരുമ്പോ, കുടുംബ പ്രശ്നങ്ങൾ വരുമ്പോ, അഭിപ്രായ ഭിന്നതകൾ ഉയരുമ്പോ, പരസ്പരം സ്നേഹമോ ആദരമോ ബഹുമാനമോ ഇല്ലാതാകുമ്പോ, ഉമ്മയും വാപ്പയും തമ്മിൽ, അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, ഇതൊന്ന് റിപ്പയർ ചെയ്ത് പോകണം എന്ന് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ യുവഫിഖില്ലാഹു ബൈനഹുമാ, ബന്ധം വിളക്കി ചേർക്കാൻ അല്ലാഹു ഉണ്ടാകും എന്നാണ്. യുവഫിഖില്ലാഹു എന്ന വാക്കിന്റെ ഒരർത്ഥം തൗഫീഖ് നൽകും എന്നാണെന്ന് നമ്മൾ പറയുമെങ്കിലും അവരിൽ യോജിപ്പുണ്ടാക്കും എന്നാണല്ലോ. വഫഖ എന്ന വാക്കിന്റെ അർത്ഥം അതാണല്ലോ, യോജിപ്പുണ്ടാക്കും. അതിന് നന്നാവണമെന്ന് വിചാരം ഉണ്ടായിട്ട് വേണ്ടേ? നന്നാകണമെന്ന് ആളുകൾക്ക് വിചാരമില്ല. ഇത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോ മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികൾക്ക് കല്യാണത്തോട് തന്നെ താല്പര്യമില്ല. നിങ്ങളെ നിരാശപ്പെടുത്താൻ പറയണല്ല കേട്ടോ. മലപ്പുറം ജില്ലയിലെ പെൺകുട്ടികൾക്ക് കല്യാണത്തോട് തന്നെ താല്പര്യമില്ല. അതെന്താ അങ്ങനെ? ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സിൽ മദീനത്തുൽ ഉലൂം അറബി കോളേജിൽ വിദ്യാർത്ഥിയായി വരുന്ന കാലത്ത് എൻ്റെ ക്ലാസ്സിൽ SSLC കഴിഞ്ഞു വന്ന കുട്ടികൾ അധികം ഉണ്ടായിരുന്നത്. മിക്കവാറും പെൺകുട്ടികൾ വിവാഹിതരായിരുന്നു. ആൺകുട്ടികളിൽ ചിലർ തന്നെയും വിവാഹിതരായിരുന്നു. വർഷം 1977. മലപ്പുറം ജില്ലയുടെ ഒരു പഴയകാല കഥ അതാണ്. പക്ഷെ ആ കഥയ്ക്ക് ഇന്ന് വലിയ തോതിൽ മാറ്റം വന്നു. വിദ്യാഭ്യാസത്തോടുള്ള അഭിനിവേശം മൂത്ത്, വിദ്യാഭ്യാസം വിദ്യയാലും തമസ്സാലും ആത്മബോധത്തിനാൽ മതി. അത് ശരിയാണ്. നമ്മുടെ ആത്മബോധം ഉയരാൻ, മനസ്സിന്റെ ഇരുളകലാൻ വിദ്യാഭ്യാസം വേണമെന്നത് നേരാണ്. പക്ഷെ വിവാഹത്തോട് തന്നെ അവർക്ക് താല്പര്യമില്ല. സാമ്പത്തികമായ സുരക്ഷിതത്വവും സാമ്പത്തികമായ സ്വാശ്രയത്വവും, എനിക്ക് എന്റെ ഭർത്താവിനെ ഒരു നിലക്കും ആശ്രയിക്കേണ്ടതില്ലാത്ത തരത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം, എനിക്ക് സ്വന്തമായ തൊഴിൽ, എനിക്ക് സ്ഥിരമായ വരുമാനം, എനിക്ക് ഉയർന്ന ജോലി, ഉയർന്ന വരുമാനം, ഈ നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. ഒരു ചോദ്യം വരാം, അതൊരു തെറ്റാണോ? ആര് പറഞ്ഞു തെറ്റാണെന്ന്? ആർക്ക് പറയാനാകും അത് തെറ്റാണെന്ന്? അതൊന്നും തെറ്റല്ല. ഒരാൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് ആണ് പെണ്ണെന്ന ഭേദമില്ലാതെയാണ്. ആണിന് വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ടോ, ആഗ്രഹമുണ്ടോ? ആ അവകാശവും ആഗ്രഹവും തുല്യ അളവിലും തോതിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സംഗതമാണ്, ന്യായമാണ്, ആവശ്യവുമാണ്. പക്ഷെ പ്രശ്നം അതല്ല. തനിക്കുള്ള വിദ്യാഭ്യാസ സംബന്ധിയായ ആഗ്രഹങ്ങൾ മൂത്ത് കുടുംബത്തോട് തന്നെ താല്പര്യമില്ല. 10 പെറ്റ പെണ്ണ്, 15 പെറ്റ പെണ്ണ് എന്നൊക്കെ പണ്ട് കേൾക്കുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു വാർത്തയാണ്. ഇന്ന് അങ്ങനെയല്ലെന്ന് മാത്രമല്ല, അങ്ങനെ ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മതബോധമുള്ള ആളുകൾ പോലും പരിഹസിക്കും. 10, 5 5 മക്കളൊക്കെ ഉണ്ടാകുന്നത് നാട്ടിൽ പുറത്തിറങ്ങി നാട്ടുകാരുടെ മുഖത്ത് നോക്കി അന്തസ്സായി മാന്യമായി നടക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കിയ ഒരു പെണ്ണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. മനോഭാവത്തിന്റെ മാറ്റാണ് ഞാൻ പറയുന്നത്. എത്ര മക്കൾ കുറവാണോ ഒരു വീട്ടിൽ, അത് സാമ്പത്തിക സുരക്ഷ അത്ര കണ്ട് വർദ്ധിപ്പിക്കും എന്നാണ്. ഒരു കാരണവുമില്ലാതെ സ്ത്രീകൾ പ്രസവം നിർത്തും. ഇനി കുഞ്ഞുങ്ങൾ വേണ്ടെന്നങ്ങ് തീരുമാനിക്കും. അതിന് ഭർത്താവിന്റെ സമ്മതം കിട്ടിയാലും ഇല്ലെങ്കിലും സ്ത്രീ ആ വിഷയത്തിൽ വളരെ കർക്കശമായ സാഠ്യം പുലർത്തും. ആ നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. മക്കൾ വരുന്നതും മക്കൾ ഉണ്ടാകുന്നതും
മക്കൾ വർദ്ധിക്കുന്നതും കുടുംബത്തിൽ അംഗങ്ങൾ പെരുകുന്നതുമൊക്കെ നമുക്ക് വലിയ ഭാരമാണ്, ബാധ്യതയാണ് എന്ന മട്ടിൽ ജീവിതത്തെ തന്നെ ബാധ്യതയായിട്ടാണ് ആളുകൾ കാണുന്നത്. അങ്ങനെയുള്ളവർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. നോക്കൂ, നിങ്ങൾ ലോകത്തെ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്ന രാജ്യം നിങ്ങൾക്കറിയാം എന്ന വിചാരത്തോടെ തന്നെ പറയട്ടെ, ലക്സംബർഗ് ആണ്. 100 കല്യാണം നടന്നാൽ 85 ഡിവോഴ്സ്. 100 കല്യാണം നടന്നാൽ അത് 85 ഡിവോഴ്സ് ആണ്. ഏത് വിവാഹവും ഡിവോഴ്സീവാണ്. വിവാഹമോചനം അനിവാര്യമായി വരുന്ന സന്ദർഭത്തിൽ അതിന് വിധേയമാകാവുന്ന വിധത്തിലാണ്. പക്ഷെ പ്രശ്നം, വിവാഹം കഴിക്കുമ്പോൾ തന്നെ ഇത് തുടർന്നോളണം എന്ന താല്പര്യമൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, നന്നാക്കി കൊണ്ടുപോകണം, റിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വിശദാംശങ്ങൾ പറയണ്ടല്ലോ. പക്ഷെ ആ പ്രശ്നമില്ല. ഇത് നന്നാകണമെന്നൊന്നുമില്ല. എനിക്ക് പറ്റാത്ത ഒരു കാര്യം പറയുമ്പോൾ ഉടനെ പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു പറയുകയാണ്, എനിക്ക് പറ്റണില്ല. എന്താണ്, എന്താ പറ്റായിക? പണ്ട് ഇതല്ലാത്തതൊക്കെ പറ്റിയിരുന്നു. ആണിനും ഈ പ്രശ്നമുണ്ട്. എവിടെന്നും ആണുങ്ങൾക്ക് പെൺകുട്ടികളെ കിട്ടും എന്ന ഒരു രീതി ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പൊ അത്ര എളുപ്പമല്ല. ഇപ്പോ ഒന്നിനെ വിട്ട് അടുത്തത്, അങ്ങനെ പരിഹസിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, അങ്ങനെ രുചി നോക്കി, മാറി മാറി രുചി നോക്കി, ഓരോ പ്ലേറ്റ് എടുത്ത് അതിൽ പുതിയ പുതിയ വിഭവങ്ങൾ എടുത്ത് അത് നാവിൽ തൊട്ടു നോക്കി അതിന്റെ രുചി അറിഞ്ഞു പോകുന്ന ആണും പെണ്ണും ഒക്കെ ഉണ്ട്. അവരെ അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഒരാളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മനസ്സിലാക്കി പരമാവധി ഈ ബന്ധം തന്നെ തുടർന്നു പോകാനുള്ള സാധ്യതകൾ എത്ര കണ്ടുണ്ടോ അത് ആരാഞ്ഞും ആ മാർഗങ്ങൾ തേടിയും ആ രീതികൾ അവലംബിച്ചും അങ്ങനെ രമ്യമായും സ്നേഹത്തോടു കൂടിയും സമാധാനപരമായും സ്വന്തം മക്കൾക്ക് മാതൃക കാണിക്കുന്ന മാതാപിതാക്കളെയാണ് ഇസ്ലാമിന് ഇഷ്ടം. എനിക്ക് തോന്നുകയാണ്, ഈ ഭർത്താവുള്ളവരവലെ സതിയായി ഇടലും ബന്ധുകേ, നിത്യം പാർത്താൽ ജനമിഹ മറിച്ചോർക്കുമെന്നുള്ള മൂലം അസ്തസ്നേഹം സ്വപതി പെരുമാറിയിടിലും തൽസമീപേ വർത്തിക്കണം വനിതേ അതിനാം ബാന്ധവർക്കുള്ളിൽ മോഹം. ശാകുന്തളത്തിലെ ഒരു സന്ദർഭമാണത്, ഒരു ജീവിത സന്ദർഭം. അപ്പൊ കണ്വമുനി തന്റെ അരുമ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു. ദുഷ്യന്തനും ശകുന്തളയുമാണ് കഥാപാത്രങ്ങൾ. എപ്പോഴോ ശകുന്തളയ്ക്ക് ദുഷ്യന്തൻ കൊടുത്ത ആ സമ്മാനം, മോതിരം, അയാളത് മറന്നേ പോയിരിക്കുന്നു. അതിന്റെ കഥ പോകട്ടെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകലല്ല. അവസാനം അങ്ങനെ പെൺകുട്ടിയെ കൊണ്ടുപോയി ഭർത്താവിന്റെ അടുത്ത് ആക്കുകയാണ്. അപ്പോ കണ്വമുനിയുടെ ശിഷ്യൻ പറയാണ്, ശകുന്തളയോട് പറയാണ്, ഭർത്താവുള്ളോരബല സതിയായിടിലും, ഭർത്താവുള്ള ഒരു സ്ത്രീ എത്ര പരിശുദ്ധയാണെങ്കിലും ബന്ധുഗേഹേ നിത്യം പാർത്താൽ, സ്വന്തം ഉമ്മാടെ വാപ്പാടെ അടുത്ത് എന്ന് പറഞ്ഞാൽ അച്ഛനമ്മമാരുടെ അടുത്ത് വന്ന് സ്ഥിരമായി പാർത്തെന്ന് വരികിൽ ജനം പലതും വിചാരിക്കും. കല്യാണം കഴിച്ചു കൊടുത്ത പെണ്ണെന്റെ സ്വന്തം വീട്ടിൽ വന്ന് പാർക്കുന്നത് ഉമ്മാടെ വാപ്പാടെ അടുത്ത്. ജനമിഹ മറിച്ചോർക്കുമെന്നുള്ള മൂലം അസ്തസ്നേഹം സ്വപതി, സ്നേഹമില്ലാതെ സ്വന്തം ഭർത്താവ് പെരുമാറിയിടിലും തൽസമീപേ വർത്തിക്കണം. അങ്ങനെ സ്നേഹമില്ലാതെ ഭർത്താവ് പെരുമാറിയാലും ഭർത്താവിന്റെ അടുത്ത് തന്നെ പോയി ജീവിക്കണം ഒരു പെണ്ണ് എന്നാണ് ബാന്ധവർക്കുള്ളിൽ മോഹം. അച്ഛനമ്മമാർ ആഗ്രഹിക്കുന്നത് അങ്ങനെയായിരിക്കും എന്നാണ് മുനികുമാരൻ ശകുന്തളയ്ക്ക് നൽകുന്ന ഉപദേശം. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വന്നിട്ട് കണ്വമുനിയുടെ കണ്വാശ്രമത്തിൽ വന്ന് പാർക്കണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ വഴക്കോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ അടങ്ങി ഒതുങ്ങി കഴിയാനാണ് ശ്രമിക്കേണ്ടതെന്ന് ഉപദേശിക്കുന്നതാണ് ഈ കാവ്യ സന്ദർഭം. അങ്ങനെ ഇല്ല കേട്ടോ.
ഞാൻ പറഞ്ഞത് എപ്പോഴും സ്നേഹശൂന്യമായി പെരുമാറുന്ന ഒരാണിനൊപ്പം ജീവിച്ച് ഈ ജീവിതം തീർക്കുക എളുപ്പമല്ല. അതുകൊണ്ട് ആരോഗ്യകരമായി ദാമ്പത്യ ബന്ധത്തെ സമീപിക്കുന്ന ആർക്കും ഇക്കാലത്തെന്നല്ല ഏത് കാലത്തും അങ്ങനെ പറയാൻ കഴിയില്ല. പിന്നെ വഴക്ക്, ചില പിണക്കങ്ങൾ, അത് സ്വാഭാവികമാണ്. ആ വഴക്കും പിണക്കവും ഒക്കെ അത് പരിഹരിച്ച് പോകാനാണ് പരമാവധി ശ്രമിക്കേണ്ടത് എന്ന് ഇത് എത്രയോ സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ അനുചരന്മാർക്ക് നിരന്തരമായി നൽകിപ്പോന്ന ഒരു ഉപദേശമാണ്. പരമാവധി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണം. പ്രശ്നം ഇവിടെയാണ്. ഇനിയൊരു ജീവിതം ഉണ്ടാകുകയാണെങ്കിൽ അവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പ്രശ്നം ഇദ്ദേഹത്തിന്റെ കൂടെ പാർക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീയെ ഭാര്യയായി നിലനിർത്തുമ്പോഴുള്ള പ്രശ്നങ്ങളെ എനിക്കുള്ളൂ. ഇവളല്ലാത്ത മറ്റൊരുവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പ്രശ്നങ്ങളൊക്കെയും തീരും, അവിടെ എനിക്ക് സന്തോഷമാകും എന്ന് തെറ്റിദ്ധരിക്കുന്നത് അത് ഭീമമായ ഒരു അബദ്ധമാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ആളുകൾ അങ്ങനെ കരുതുന്നത്. അതുകൊണ്ട് ചില ആളുകളുടെ കാര്യത്തിൽ പറഞ്ഞു കേൾക്കാം, വിവാഹമോചനത്തിൽ അവർക്ക് ശരിക്കും ഗവേഷണ ബിരുദം കൊടുക്കേണ്ടതാണ്. കാരണം അത്രയധികം വിവാഹമോചനം അയാൾ നടത്തിയിട്ടുണ്ടാകും. വിവാഹമോചനമല്ല, യഥാർത്ഥത്തിൽ വിവാഹം തന്നെ നിലനിർത്തി കൊണ്ടുപോവുക എന്നതാണ് പൊതുവിൽ മതങ്ങളെല്ലാം മുന്നോട്ട് വെക്കുന്ന സംസ്കാരം, കുടുംബ സംസ്കാരം അതാണ്. അല്ലെങ്കിൽ ഏത് മതമാകട്ടെ, ഏത് മതാനുയായികളാകട്ടെ, അവിടെയൊക്കെ ഈ പ്രയാസവും പ്രശ്നങ്ങളും സങ്കീർണതകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇനി നോക്കൂ നിങ്ങൾ, രസകരമായ ഒരു കാര്യമുണ്ട് പൊതുവിൽ നമ്മൾ ആരും ശ്രദ്ധിച്ചു പോരാത്തത്. അതെന്താ? പരസ്പരം വഴക്കടിക്കുന്ന മാതാപിതാക്കളുടെ കൂടെ ജീവിക്കുന്ന മക്കൾ അങ്ങേയറ്റത്തെ ഇൻസെക്യൂരിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ സെൻസ് ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുമല്ലോ നമ്മള്, സുരക്ഷിതമാണെന്ന ഒരു ബോധ്യം, സുരക്ഷിതരാണെന്ന ഉറപ്പ്, ആ ഉറപ്പില്ലാത്ത മക്കളായി മനസ്സിന് വൈകല്യം ബാധിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തന്റെ ഇടം നഷ്ടപ്പെട്ടവരായി അവരങ്ങനെ ജീവിച്ചു പോകേണ്ട അവസ്ഥ വന്നു ഭവിക്കും. അതുകൊണ്ട് എന്താ, അവരുടെ മനസ്സിന്റെ വൈകല്യം, ഒരു പ്രശ്നത്തെ എങ്ങനെ സമീപിക്കണമെന്ന് ഈ മക്കൾക്കും തിരിച്ചറിയാതായി. അതാണ് ഇപ്പൊ പുതിയ തലമുറയുടെ പ്രശ്നം. ഉമ്മയും വാപ്പയും തമ്മിൽ കടുത്ത വഴക്ക്, മുഴുത്ത പോര്, കടിച്ചു കീറി കുരച്ച് ചാടി, അങ്ങനെ പറയും. ചെറിയ കാര്യമായിരിക്കും, നിസ്സാര വിഷയമായിരിക്കും. ഒരിക്കൽ പോലും അവര് മനസ്സ് തുറന്ന് ഒന്ന് സംസാരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെ ആ ബന്ധം തകരാതിരിക്കും? പിന്നെ നാട്ടാർക്ക് വേണ്ടി ഒരു ദാമ്പത്യ ആഘോഷം, എന്ത് കാപട്യമാണിത്! അത്തരം കപടമായ ദാമ്പത്യത്തിന്റെയും വിവാഹ ജീവിതത്തിന്റെയും മുന്നോട്ട് പോക്കിന് പകരം എല്ലാ കളങ്കവും മാറ്റിവെച്ച് ആരോടാ നമ്മൾ അഭിനയിക്കുന്നത്? ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന ആരുടെ മുമ്പിലാ? ഞാൻ മഹർ കൊടുത്ത് എന്റെ ജീവിതത്തിലേക്ക് കൂട്ടുകാരിയായി കൊണ്ടുവന്ന എന്റെ ഭാര്യയ്ക്ക് മുമ്പിൽ ഞാൻ അഭിനയിക്കുകയാണ്. എന്താ ഇതിന്റെ കാര്യം? ഞാൻ എന്റെ ഈ മക്കൾക്ക് വേണ്ടി കൂടി പറയാ, നമ്മൾ ജീവിതം അങ്ങനെ അഭിനയിക്കാനുള്ളതല്ല, ജീവിതം അനുഭവിക്കാനുള്ളത് തന്നെയാണ്. പക്ഷെ ആ അനുഭവം പരമാവധി കയ്പുള്ളതാകാതിരിക്കുവാൻ, വിഷമങ്ങൾ നിറഞ്ഞതാകാതിരിക്കുവാൻ, എപ്പോഴും കണ്ണീരും കയ്യുമായി കഴിയുന്നതാകാതിരിക്കുവാൻ, എന്നും സങ്കടത്തിന്റെയും രോദനങ്ങളുടെയും ഒരു വീടായി, കുടുംബാന്തരീക്ഷമായി തകരാതിരിക്കുവാൻ രണ്ടുപേരും ബോധപൂർവം ശ്രമിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ദാമ്പത്യത്തിന്റെ ഒരു പ്രത്യേകത? 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ 2 കൊല്ലത്തെ ട്രെയിനിങ് വേണം. 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ 2 കൊല്ലത്തെ ട്രെയിനിങ് വേണം. മരിക്കുന്നത് വരെ ഒരുമിച്ച് ജീവിക്കാൻ ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത, ഒരു പരിശീലനവും വേണ്ട. വാപ്പ കണ്ടെത്തി, അല്ലെങ്കിൽ ഈ പെണ്ണുകൂടി, പെണ്ണു ഉൾപ്പെടെ തെരഞ്ഞെടുത്ത ഒരു ബന്ധം ഉണ്ടായാൽ പിന്നെ അയാളോടൊപ്പം ജീവിക്കുന്നേ. എത്ര കാലവും ജീവിക്കാൻ തയ്യാറാ. ആ രീതിയിൽ മുന്നോട്ട് പോയിട്ട് എന്താണ് പ്രയോജനം? കാര്യങ്ങൾ പരസ്പരം ഒന്ന് പറയാനുള്ള സൗമനസ്യം,
ഒന്ന് കേൾക്കാനുള്ള സന്നദ്ധത ആളുകൾക്കൊക്കെ വേണ്ടത് അതാണ്. ചിലപ്പോ കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ പെണ്ണുങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ അങ്ങനെ കണ്ണടക്കാൻ പാടില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും എന്നെ ഒന്ന് കേട്ടിട്ടുണ്ടോ? മനുഷ്യ, നിങ്ങൾ എപ്പോഴെങ്കിലും 5 മിനിറ്റ് എന്റെ മുമ്പിൽ ഒന്ന് ഇരുന്ന് തന്നിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ അവര് പറയോ ലോകം നന്നാക്കാൻ നടക്കണം, ലോകം നന്നാക്കണം, അതല്ലേ നിങ്ങളെ മനസ്സിൽ. എന്താ നിങ്ങളോടൊപ്പം ജീവിക്കുന്ന എന്റെ മനസ്സിൽ എന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. എന്നെ എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? എന്റെ ആഗ്രഹങ്ങൾ ഞാൻ പറയാതെ എന്ത് എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? വർഷങ്ങളായി ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ പേരെന്ന് പറയാമോ? അല്ലാ, ഘട്ടങ്ങറായി പോവും. വർഷങ്ങളായി ഭാര്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രഷറിന് ഭാര്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന്, ഭർത്താവ് ഷുഗറിന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന്, തിരിച്ചും രണ്ടുപേർക്കും അറിയില്ല. ഇതെവിടെ ചെന്ന് നിൽക്കാനാ? ഈ കുടുംബം ഏത് കാലത്ത് ഗതി പിടിക്കാനാ? ഇങ്ങനെ ഈ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ സാധാരണ മട്ടിൽ തന്നെ സ്വാഭാവികമായി തന്നെ കുടുംബം സന്തോഷായിക്കോളും എന്ന് വിചാരിക്കുന്നത് എവിടത്തെ ബുദ്ധിയാ? ഏത് കലാശാലയിലെ വിദ്യാഭ്യാസം? ലോകത്തിലെ ഏത് തത്വശാസ്ത്രം ഇത് പറഞ്ഞു നമ്മളോട്? ലക്സംബർഗിൽ മാത്രമല്ല, അമേരിക്കയിൽ, ലക്സംബർഗിൽ മാത്രമല്ല, അമേരിക്കയിൽ, സ്പെയിനിൽ ഒക്കെ വിവാഹമോചനങ്ങളുടെ തോത് വളരെ കൂടുതലാണ്. ചിലയിടങ്ങളിൽ 65%. 85ന്റെ കണക്കാണ് ലക്സംബർഗിനുള്ളതെങ്കിൽ 65ന്റെ കണക്ക് പറയുന്ന രാജ്യങ്ങൾ പലതുണ്ട്. 100 വിവാഹങ്ങൾ കഴിഞ്ഞാൽ 65. ഞാൻ ഈ സദസ്സിനെ, പ്രബുദ്ധമാണ് കേട്ടോ ഈ സദസ്സ്, ഈ പ്രബുദ്ധമായ സദസ്സിനെ മുൻനിർത്തി ഞാൻ ഇപ്പൊ ചോദിക്കാം, പണ്ടത്തേക്കാൾ കൂടുതൽ ഡിവോഴ്സ് കൂടുതലല്ലേ മക്കളെ? അല്ലേ? എന്താണാവോ? വാട്ട് മേ ബി ഇറ്റ്സ് റീസൺ? എന്തായിരിക്കാം അതിന്റെ കാരണം? ഇങ്ങനെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ ത്വലാഖിന്റെ കാരണം എന്തായിരിക്കാം? വെറുതെ ഒന്ന് പറയാമോ പ്ലീസ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. സഹകരണമില്ലായ്മ. അവളുടെ മറുപടി അതാണ്. ശരിയല്ലേ? ഈ അമ്പ് കുമ്പളത്തും അമ്പ് കുമ്പളത്ത്, വില്ലിരിക്കുന്നത് ചേപ്പനത്ത്, എയ്യണ നായര് പനങ്ങാട്ട് എന്നൊരു ചൊല്ലുണ്ട്. ഇതൊക്കെ എറണാകുളം ജില്ലയിലെ സ്ഥലങ്ങളുടെ പേരാണ് കേട്ടോ. കുമ്പളത്താണ് അമ്പിരിക്കുന്നത്. അപ്പൊ ഈ അമ്പ് കുലയ്ക്കാനുള്ള വില്ലോ അത് ചേപ്പനത്താ. ചേപ്പനം എന്നൊരു സ്ഥലമുണ്ട്. നമ്മൾ ഈ ലേക്ക് ഷോർ ആസ്പത്രിയുടെ അപ്പുറമുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇത് എയ്യാനുള്ള നായര് പനങ്ങാട്ട്, അതും പനങ്ങാടും അവിടെ തന്നെ ഉള്ള സ്ഥല. 3 പേരും 3 സ്ഥലത്താ. ചില വീട്ടില് മക്കളെ ശ്രദ്ധിച്ചിട്ടില്ലടാ, ചില വീട്ടിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ഉമ്മാക്കൊരു സമയം, വാപ്പാക്ക് വേറൊരു സമയം, മക്കൾ കളിച്ചു വരുമ്പോഴാ അവര് ഭക്ഷണം കഴിക്കാം. ചില കുടുംബങ്ങളിൽ അങ്ങനെ ഇല്ലേ മക്കളെ? ഇല്ലേ? എങ്ങനെ അവിടെ സ്നേഹം ഉണ്ടാവുക? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും മെനക്കെടാത്ത, അതിന് സന്നദ്ധതയില്ലാത്ത കുടുംബാന്തരീക്ഷങ്ങളിൽ സ്നേഹമുണ്ടാകുന്നത് എങ്ങനെ? ഇത് പറയുമ്പോഴാ എത്രയോ കാലങ്ങളായി ഒരുമിച്ച് ഇരുന്ന് ചിരിച്ചിട്ട്, ഒരു തമാശ കേട്ടിട്ട്, അതൊന്ന് മക്കളുമായി പറഞ്ഞിട്ട്, സ്വന്തം ഭാര്യയുടെ സ്പർശം സ്നേഹത്തോടെ ഇങ്ങനെ ജസ്റ്റ് ടച്ച് വുഡ് ബി ഇനഫ് ഫോർ എവരിതിങ്. ഒരു സ്പർശം മതിയാകും എന്തിനും മതിയായതായിട്ട്. പക്ഷെ ആ സ്പർശം അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്ത ആണുങ്ങൾ എത്രയോ പേർ. എന്ത് വഴക്കിട്ടാലും ഭാര്യയെ സ്നേഹം വൃദ്ധ ചേർത്ത് പിടിച്ചിട്ട് മക്കൾ കണ്ടോട്ടെന്ന്. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ മക്കൾക്കാണ് ഭർത്താവ് ഭാര്യയെ, വാപ്പ ഉമ്മയെ ചേർത്ത് പിടിക്കുന്നത്, നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നത് ഇസ്ലാമിലൊരു അപരാധമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾ സ്നേഹം കണ്ടും അത് കൊണ്ടും അത് അനുഭവിച്ചും നുകർന്നും പകർന്നും കൊടുത്തും എടുത്തും വളരുന്ന ഒരു ചുറ്റുപാടുണ്ടെങ്കിലല്ലേ നാളെ ഈ മക്കളുടെ ജീവിത സങ്കല്പത്തെ നമുക്കിങ്ങനെ പാമ്പർ ചെയ്ത് താലോലിച്ച് പോകാൻ പറ്റുള്ളൂ. Ability to laugh together. Ability to laugh together is the essence of love. ഒരുമിച്ച് ചിരിക്കാനുള്ള കഴിവാണ്,
ഒരുമിച്ചിരുന്ന് ചിരിക്കാനുള്ള നമ്മുടെ കഴിവാണ് ഈ ദ എസൻസ് ഓഫ് ലവ്, സ്നേഹത്തിന്റെ സത്ത് എന്ന് പറയുന്നത്. ഇതിപ്പോ ഭർത്താവ് ചിരിക്കുമ്പോ ഭാര്യ ചോദിക്കണം തന്നെ, എന്താണ് ഇപ്പൊ ഇത്ര ചിരിക്കാൻ? ചിരിക്കാനിപ്പോ ഇവിടെ എന്തുണ്ടായി? അങ്ങനെ കളിയായും കാര്യമായും ഭാര്യയായും ഭർത്താവായും ഒക്കെ ചോദിക്കണത് തമാശക്കല്ലേ, ഇങ്ങനെ തമാശക്കല്ലേ എന്നൊക്കെയാണ്. തമാശ പറയല്ലേ എന്നാണ് കേട്ടോ, ഈ ന്യൂജൻ ലാംഗ്വേജ് ആണ് തമാശക്കല്ലേ എന്ന്. ഇല്ലട. അപ്പോ ജീവിതത്തെ അത്ര വിരസമായി കാണുകയും ജീവിതം കുടുംബം ഡ്രൈ ആയി തീരുകയും ചെയ്താൽ പിന്നെ ആ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റൂല, തോന്നൂല. അതാ പ്രശ്നം. പിന്നെ സ്ത്രീകൾക്ക് ചെറിയൊരു പരിമിതി ഉണ്ട്, കയറി ചെല്ലാൻ തോന്നിയാലും ഇല്ലെങ്കിലും മഗ്‌രിബാണേനും വീട്ടിൽ കയറേണ്ടി വരും, കാരണം നാടത്ര ചൊവ്വല്ല. അപ്പോ പെണ്ണുങ്ങൾ കുടുങ്ങി എന്ന് പറയാം സാധാരണ നിലയിൽ. സൂറത്ത് മുഹമ്മദിൽ ഒരായത്തുണ്ട്. ആ ആയത്തിന്റെ വിവിധങ്ങളായ വ്യാഖ്യാനം നൽകപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വിഷയം കുടുംബ ശൈഥില്യം. ഫഹൽ അസൈതും ഇൻ തവല്ലൈതും, ഫഹൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർദ് വതുഖത്തിഉ അർഹാമകും. അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ചുമതലകൾ, അല്ലാഹു നമ്മെ ചുമതലപ്പെടുത്തി അയച്ച കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ സ്വാധികാരം ഉപയോഗിച്ചും സ്വാഭീഷ്ടപ്രകാരം തോന്നിയ പോലെ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് വെച്ചാൽ അൻതുഫ്സിദു ഫിൽ അർള്, ഈ നാട്ടിൽ തന്നെ നിങ്ങൾ അരാജകത്വവും ഫസാദും അനാർക്കിയും ഉണ്ടാക്കുമല്ലോ, ഉണ്ടാക്കിയേക്കുമോ, ഉണ്ടാക്കും എന്ന് തന്നെ. വതുഖത്തിഉ അർഹാമകും, രണ്ട് നിലകളിൽ വളർന്ന് പരിലസിക്കേണ്ട, ആ സന്തോഷത്തിൽ അഭിരമിക്കേണ്ട നമ്മുടെ മനസ്സ് വിവാഹത്തിലൂടെ വന്ന, ദാമ്പത്യത്തിലൂടെ തളിരിട്ട് വളർന്ന രക്തബന്ധങ്ങളും കുടുംബബന്ധങ്ങളും, രക്തബന്ധങ്ങളും കുടുംബബന്ധങ്ങളും, ഇതിന്റെ രണ്ടിനും റഹിം എന്ന വാക്ക് ഉപയോഗിക്കും. ആ ഹായിന് കസ്റാണ് കേട്ടോ. റഹിമുൻ എന്നതിന്റെ ജമ്മാണ് അർഹാം, റഹ്മല്ല റഹിമുൻ ബിസ്കസ്രിൽ ഹാ. ഈ എല്ലാ ബന്ധങ്ങളും തകർത്ത് എല്ലാം നശിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ ഇടവന്നേക്കുമോ? അങ്ങനെ വന്നാൽ എന്താ കുഴപ്പം? എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ഈ ബന്ധം തുടരണമെന്നില്ല. എന്നെ നോക്കാൻ എന്റെ ആങ്ങളയുണ്ട്, എന്നെ നോക്കാൻ എന്റെ വാപ്പയുണ്ട്, വാപ്പ മരിച്ചു പോയിട്ടുള്ളൂ, എന്റെ ഉമ്മ മരിച്ചു പോയിട്ടില്ല, ഉമ്മയുണ്ട് എന്നൊക്കെ ഇങ്ങനെ മാറി മാറി മത്സരിച്ച് പറയുന്ന കുടുംബാന്തരീക്ഷങ്ങൾ സ്ഥിരമായി നമ്മൾ കേൾക്കാണ്. അവിടുത്തെ വഴക്ക് വർത്താനം അതിൽ ഇടപെടേണ്ടി വരികയാണ്. സമാധാനിപ്പിക്കാൻ പോലും വാക്കുകൾ കിട്ടാതെ നമ്മൾ ഉടറാണ്, ഇടങ്ങേറാവേണ്. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്. അങ്ങനെ കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളും ഒക്കെ നിങ്ങൾ തകർത്താൽ അത്തരം ആളുകൾ ലഅനഹുമുല്ലാഹ്, അവർ അഭിശപ്തരാണ്. അള്ളാഹുവിന്റെ ശാപം അവരെ ഗ്രസിച്ചിരിക്കുന്നു. ഫഅസമ്മഹും, പിന്നെ ആരെയും കേൾക്കാൻ നോക്കണം നിങ്ങൾ. ഫഅസമ്മഹും, പിന്നെ അവരുടെ ചെവി പൊട്ടൻ ചെവിയാ, അവർക്കൊന്നും കേൾക്കാൻ പറ്റാത്ത വിധത്തിൽ. വഅമ അബ്സാറഹും, അവരുടെ കണ്ണ് ഉണ്ടെന്നേ ഉള്ളൂ, ഈ കൺപീലികൾ തുറന്നിരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ, ഒന്നും കാണാൻ പറ്റാത്ത തരത്തിൽ അള്ളാഹു അവരെ എത്തിക്കും എന്ന്. അങ്ങനെ പല കുടുംബങ്ങളും വാപ്പയും ഉമ്മയും തമ്മിൽ സൗഹൃദത്തിലോ സ്നേഹത്തിലോ കഴിയുന്നത്, അവർ പരസ്പരം സംസാരിച്ചിരിക്കുന്നത്, എപ്പോഴെങ്കിലും ഒരു ഔട്ടിംഗ്, പണ്ടത്തെക്കാളൊക്കെ ഔട്ടിംഗ് കൂടിയ കാല ഇത്, പുറത്തേക്കൊന്ന് പോകും, രണ്ടാഴ്ചയിലൊരിക്കൽ. പുതിയ സമ്മർദ്ദത്തിന്റെ ഈ ആധുനിക കാലത്ത്, പുതിയ പുതിയ സമ്മർദ്ദങ്ങളുടെ ആധുനിക ലോകത്ത് ഇടയ്ക്കൊരു ഔട്ടിംഗ് വേണം എന്ന അഭിപ്രായമാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. ഒരുമിച്ച് യാത്ര ചെയ്യാൻ ഒരിടം വേണം, ഒരു സ്പേസ് ഉണ്ടാക്കണം, അതൊരു കാരണം ഉണ്ടാക്കണം. എന്നിട്ട് കടപ്പുറത്തേക്കോ ഏതെങ്കിലും കുഴപ്പമില്ലാത്ത ഹോട്ടലിലേക്കോ ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടി പ്രശ്നം ഉണ്ടാക്കാത്ത ഇടങ്ങളിലേക്കോ ഒക്കെ വാപ്പയും ഉമ്മയും മക്കളും ഒക്കെ ആയിട്ട് ഒരുമിച്ചൊരു യാത്ര ചെയ്യണം. അച്ഛനമ്മമാർക്കൊപ്പം പോകുന്ന ആ യാത്രയിൽ കുട്ടികൾ കഴിക്കുന്ന ആ ഐസ്ക്രീം പോലും മരണം വരെ അവർ ഓർത്തു വെക്കും. അവരുടെ ജീവിതത്തിൽ സന്തോഷം പകർന്നു നൽകാൻ പറ്റുന്ന ഒരു സന്ദർഭമായി അത് കലാശിക്കും. നമ്മൾ ഈ ആദർശ സമൂഹം എന്നൊക്കെ പറയുമല്ലോ,
മുവഹിദുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെയൊക്കെ കുടുംബജീവിതത്തിൽ സ്വസ്ഥത, സമാധാനം, സ്നേഹം, സൗഹൃദം ഒക്കെ ഉണ്ടാകും എന്ന് ആളുകൾ പറയാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമോ? പ്ലീസ്, ഉണ്ടാകുമോ? സ്വാഭാവികമായിട്ടുണ്ടാകുമോ? അതുണ്ടാക്കിയാൽ ഉണ്ടാകുള്ളൂ. ഈ സ്വസ്ഥത, സമാധാനമൊക്കെ താനേ അങ്ങ് വന്നു ചേരുന്ന അനുഗ്രഹങ്ങളല്ല. അത്രയൊന്നും മൂല്യമില്ലാത്ത സാധനങ്ങൾ പോലും നമ്മൾ കാശ് കൊടുത്താ വാങ്ങണേ. പണിയെടുത്താ അത് നേടുന്നത്, ആലോചിച്ചുറപ്പിച്ചിട്ടാ അതിലേക്ക് നീങ്ങുന്നത്. എത്ര കാലത്തെ അധ്വാനം കൊണ്ടാണ് നമ്മളൊരു TV വാങ്ങുന്നത്, നമ്മളൊരു AC വാങ്ങി വെക്കുന്നത് വീട്ടിൽ. എന്നാൽ ഇതിനേക്കാളൊക്കെ വിലമതിക്കാനാകാത്ത മനഃശാന്തിയും സുഖവും സ്വാസ്ഥ്യവും സമാധാനവും അത് അത്ര വില കൊടുക്കാതെ, ത്യാഗം സഹിക്കാതെ താനെ അങ്ങ് വന്നോളും എന്ന് വിചാരിക്കുന്നത് അത്ര മൗഢ്യം, അത്ര മണ്ടത്തരം വേറെ എന്തുണ്ട്? അപ്പൊ അങ്ങനെയല്ല. എല്ലാ സുഖങ്ങൾക്കും പിറകിൽ ഒരു അധ്വാനമുണ്ട്. ആ അധ്വാനത്തിന് അകമ്പടി നിൽക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഇന്ന് എന്റെ കുടുംബജീവിതം എത്ര കണ്ട് ശാന്തമാണോ, സുന്ദരമാണോ, എത്ര കണ്ട് സന്തോഷം നിറഞ്ഞതാണോ, അതിനേക്കാൾ സന്തോഷം നാളെ നേരം വെളുക്കുമ്പോ എന്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാകണം എന്ന ഒരു നിർബന്ധം ആണിനും പെണ്ണിനും ഉണ്ടാകണം. അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവണം, മാതാപിതാക്കൾക്കുണ്ടാവണം. ഇത് ഞാൻ ഒരു മഹാസംഭവമായതുകൊണ്ട്, ഞാനൊരു മഹാ വ്യക്തിത്വമായതുകൊണ്ട് എന്നെ അനുസരിച്ച് ജീവിച്ചോളണം. അത് എവിടത്തെ നിയമം? അങ്ങനെ ആര് പറഞ്ഞു? ഏത് കിതാബിൽ? അങ്ങനെ ഒന്നില്ല. അങ്ങനെ പുരുഷാധികാരം, പ്രധാന ആക്ഷേപം ഇസ്ലാമിനെതിരിൽ അങ്ങനെയാണല്ലോ. പുരുഷാധികാരത്തിന്റെ പ്രിയപ്പെട്ടവരെ അസംബന്ധമാണ്, അബ്സേഡാണ് ആ വാദം. ഇസ്ലാമിൽ അങ്ങനെ ഒരു വാദമില്ല. പെണ്ണുങ്ങൾ ആണുങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്ന് കൊടുത്തോളണം എന്നില്ല, ചൊൽപ്പടിക്ക് നിൽക്കണം, അങ്ങനെ ഇല്ല. ഇല്ലാഞ്ഞിട്ടാ പറയുന്നതില്ല എന്ന്, അല്ലാതെ വെറുതെ പറയണതല്ല, ആരെയും സുഖിപ്പിക്കാൻ പറയുന്നതുമല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞൂടെ? പറയാം. ചോദിച്ചൂടെ? ചോദിക്കണം. അങ്ങനെ പറഞ്ഞും ചോദിച്ചും അങ്ങനെ മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകാതെ വന്നാൽ തീർച്ചയായും അവിടുത്തെ അന്തരീക്ഷം കലുഷമാകും, സംഘർഷപൂർണമാകും. പറഞ്ഞ അവസാനം പറയേണ്ടത് ആദ്യം തന്നെ പറഞ്ഞങ്ങ് വെക്കും. ഏറ്റവും ഒടുവിൽ പറയേണ്ടതാ. ഏറ്റവും ഒടുവിൽ ഒരുപാട് ശ്രമങ്ങൾക്കും ഒരുപാട് മധ്യസ്ഥതകൾക്കും ശേഷം മാത്രം പറയേണ്ട വാക്ക് ആദ്യം തന്നെ അങ്ങോട്ട് പറയും. എന്നിട്ട് എങ്ങനെയെങ്കിലും ഈ ജീവിതം മതി എന്നങ്ങ് തീരുമാനിക്കും. പിന്നെ കാണാം. പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്ന എന്താ? മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കാണുന്ന എന്താ? ഈ മഹല്ല് സെക്രട്ടറിമാരുടെ പണി? ഈ മഹല്ല് മുഴുവൻ ഭരിക്കുന്ന സെക്രട്ടറിമാരുടെ പ്രധാന പണി വിവാഹ ഫോറം കൊടുക്കല, കുടിശ്ശിക പിരിക്കല, വിവാഹമോചനത്തിന്റെ കത്ത് കൈപ്പറ്റല. മഹല്ലുകൾക്ക് പോലും തകരുന്ന കുടുംബ ബന്ധങ്ങളെ വീണ്ടും വിളക്കി ചേർക്കാനുള്ള സംവിധാനങ്ങളില്ല. ബന്ധപ്പെട്ടും സംസാരിച്ചും ചർച്ച ചെയ്തും മധ്യസ്ഥത വഹിച്ചും അതിനുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ മഹല്ലുകളിൽ അധികമൊന്നുമില്ല. എവിടെയെങ്കിലും ഒറ്റപ്പെട്ട നിലയിലുണ്ടെങ്കിൽ അവർ മാത്രമാണ് ഈ പറയുന്നതിന് അപവാദം. അങ്ങനെ ആളുകൾ വഴക്കിട്ട് ജീവിച്ചോട്ടെ, അപ്പൊ അത്രയധികം കല്യാണം നടക്കും, അത്രയധികം ഫോം വിൽക്കാം എന്ന മട്ടിലാണ് മഹല്ലധികാരികൾ പോലും. മഹല്ലുകൾക്ക്, നമ്മുടെ നാട്ടിലെ മഹല്ലുകൾക്ക് വലിയ ഉത്തരവാദിത്വം ഈ വിഷയത്തിൽ നിർവഹിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിലും അവരൊന്നും ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ മാന്യത പുലർത്തുന്നില്ല. മഹല്ല് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ പണി. അതിന് സ്റ്റാഫിന് ശമ്പളം കൊടുക്കുക, വരിസംഖ്യ പിരിക്കുക, അത് പള്ളിയിൽ വിളിച്ചു പറയുക, അതൊക്കെ തന്നെ പ്രധാന സംവിധാനം. ഇതായിട്ടും ഇതിന്റെ നേർക്ക് ശാസ്ത്രീയമായൊരു സമീപനം ഇനിയും ബന്ധപ്പെട്ടവർ കൈക്കൊണ്ട് തുടങ്ങിയിട്ടില്ല. പിന്നെ നമുക്ക് ജീവിതത്തോടുള്ള ജീവിതത്തോടുള്ള സമീപനം പുതിയ തലമുറയോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കും. ഇപ്പോ ഞാൻ മലപ്പുറം ജില്ലയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയല്ലോ. മലപ്പുറം ജില്ലയിൽ എത്ര പെൺകുട്ടികൾക്ക് അവരെ കാണാൻ ചെല്ലുന്ന ആൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ട്? പണ്ടും അങ്ങനെയല്ലേ? അല്ല, അതിനേക്കാളേറെ ഇന്ന് ആൺകുട്ടികൾക്ക് താരതമ്യേന വിദ്യാഭ്യാസം അല്പം
കുറവാണ്. കാരണം ഷോർട്ട് ടൈം കോഴ്സുകളിലൊക്കെ അവർക്ക് താല്പര്യം. അവർക്ക് ഈ മെഡിസിൻ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകളിലൊന്നും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് ആണുങ്ങൾ ആ ഭാഗത്തേക്ക് ചെല്ലുന്നത് തുലോം കുറവാ. അപ്പൊ പെണ്ണുങ്ങൾ ഇന്റർവ്യൂ നടത്തും ആണുങ്ങളെ. പണ്ടൊന്നും അങ്ങനെയല്ല. നിങ്ങൾക്ക് എത്ര വരുമാനം എന്തുണ്ട്? അപ്പൊ ഈ പാവം പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ച് പെണ്ണ് കാണാൻ ചെന്നവൻ നിന്ന് വിയർക്കും. വരുമാനം സത്യസന്ധമായിട്ട് പറഞ്ഞ അപ്പൊ തന്നെ പ്രശ്നമാണ്. അത്രേ ഉള്ളൂ അല്ലേ അവര് അണ്ടർ റേറ്റ് ചെയ്ത്. ഗൾഫിലാണെങ്കിലോ നിങ്ങൾക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ള കപ്പാസിറ്റി ഉണ്ടോ? ആദ്യത്തെ ചോദ്യം തന്നെ അങ്ങനെ ചോദിക്കും, എന്നെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? അങ്ങനെ ചോദിക്കുന്നത് മതപരമായിട്ട് ഒരു അപരാധമാണോ, തെറ്റാണോ എന്ന് ചോദിച്ചാൽ അപരാധമല്ല, അത് തെറ്റല്ല. പക്ഷേ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ദാമ്പത്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ ഒന്നിനു പിറകെ ഒന്നായിട്ട് അണിനിരത്തുമ്പോൾ ഏതിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന ഒരു തലകീഴ് മറിച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ദാമ്പത്യ മൂല്യങ്ങളെ, ജീവിത മൂല്യങ്ങളെ, വൈവാഹിക മൂല്യങ്ങളെ നമ്മൾ തലതിരിച്ചു പിടിച്ചിരിക്കുന്നു. സ്വാഭാവികമായും ഇതിനാണ് എനിക്ക് സ്വർണം, ഇടക്കിടക്ക് സ്വർണം വാങ്ങിത്തരാനോ ഇപ്പൊ പാർക്കുന്ന വീട് മാറി പുതിയ ഒരു വീട് നിർമ്മിച്ച് പാർപ്പിക്കാനോ ഒക്കെ കഴിയുന്ന ഒരാളുടെ കൂടെ ജീവിക്കാനാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടം. ആണുങ്ങളാകട്ടെ നിസ്തേജരായി ജീവൻ പോകും. അവർ പെണ്ണ് കാണാൻ പോകുമ്പോ തന്നെ മിക്കവാറും തീരുമാനമാവും. ഇപ്പൊ ആൺകുട്ടികൾക്ക് പെണ്ണ് കാണാൻ പോകാൻ പേടിയാണ്. ഞാനിത് പറയുന്നത് ദാമ്പത്യത്തെ സംബന്ധിച്ചുള്ള സങ്കല്പങ്ങളിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. കൗതുകത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോ ഈ റഷ്യ, ചൈന, ജപ്പാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ രാജ്യങ്ങളൊക്കെ മക്കളുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറയും. ദാമ്പത്യം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യവും ഊന്നലും കൊടുക്കാതെ പോവുകയും ചെയ്ത രാജ്യങ്ങളാണ്. എന്നാൽ വളരെ റീസെന്റ് ആയിട്ട് 2022, 23, 24 കാലങ്ങളിൽ ജപ്പാനിലും റഷ്യയിലും ചൈനയിലുമൊക്കെ, ചൈന ലോകത്തെ ഏറ്റവും വലിയ ഇന്ത്യയെ കടത്തിവെട്ടുന്ന ജനസംഖ്യാ പെരുപ്പമുള്ള രാജ്യമാണ്. 150 കോടി ചെറുതാണോ? ലോക ജനസംഖ്യയുടെ 1/4 അവിടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ചൈന ഇപ്പോ ഒരു കുഞ്ഞ് എന്ന ഒരു സിംഗിൾ ചൈൽഡ് പോളിസി മാറ്റി. ചൈന പോലും മാറി ചിന്തിച്ചു, കുടുംബം നിലനിൽക്കട്ടെ, എന്നാലേ ലോകം വളരുകയുള്ളൂ എന്ന തിരിച്ചറിവിലേക്ക് ജപ്പാൻ വന്നു, ചൈന വന്നു, റഷ്യ വന്നു. ഞാനിത് പറയുന്നത് ഇപ്പൊ ഈ 3ാം ലോക രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ, അവികസിതമായ രാജ്യങ്ങൾ, വികസിത രാജ്യങ്ങൾ, വികസ്വര രാജ്യങ്ങൾ, എല്ലായിടത്തും കാര്യമായ വ്യത്യാസം തോന്നാത്ത തരത്തിൽ കാര്യങ്ങളൊക്കെ ആകെ തകിടം മറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഈ അവസ്ഥാവിശേഷം മാറുന്നതിന് നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് നാം ആലോചിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ സംഗതി. ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ വാല്യൂസിനെ വിലമതിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെ തിരിച്ചുവിടാൻ നമുക്ക് സാധിക്കണം. ഇതിന്റെ ഒരു ആരംഭമുണ്ടല്ലോ. നമുക്കിങ്ങനെ ഒരാണിന് ആണായിട്ട് ഇങ്ങനെ മരിക്കുന്നത് വരെ ജീവിക്കാൻ അങ്ങനെ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം തന്നെ നീയും നിന്റെ പെണ്ണും പോയി പാർത്തോ, നീയും നിന്റെ ജീവിത പങ്കാളിയും കൂടി ജീവിച്ചോളൂ. അങ്ങനെയാണ്. ആദമിനോട് ജീവിക്കാൻ പറഞ്ഞതല്ല. സ്വർഗത്തിലാണെങ്കിലും അത് വേണം. അവിടുന്ന് പുറത്തായപ്പോ ഭൂമിയിലും ആണിന് പെണ്ണ് വേണം, പെണ്ണിന് ആണും തുണയും ഒക്കെ വേണം. അങ്ങനെ ഖുർആനികമായ ഒരു കാഴ്ചപ്പാടിൽ, ഇസ്ലാമികമായ വീക്ഷണത്തിൽ നോക്കിയാലും അങ്ങനെ അല്ലാതെ ജീവിച്ച് മുന്നോട്ട് പോവുക സാധ്യമല്ലാത്തതാണ് മനുഷ്യവംശത്തിന്റെ പൊതുവായ മനോഗതി. ഈ മനോഗതിക്ക് എതിരെ നീന്താനുള്ള ശ്രമമാണ് ആധുനിക കാലത്തും ലോകത്തും കുടുംബങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വെറുതെ മൊബൈലിന്റെ പ്രശ്നമാണ് എന്ന് പറയണ്ട, അത് TV ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ടാണ് എന്ന് ആരോപിക്കണ്ട. ആളുകളുടെ കാഴ്ചപ്പാടിൽ കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. പവിത്രമെന്ന് കരുതി പാവനമായി സംരക്ഷിച്ച് കരുതലോടെ കൈകാര്യം ചെയ്യേണ്ട ബന്ധങ്ങളെ ആവേശത്തോടെ സമീപിച്ച് ഉറഞ്ഞു തുള്ളുന്ന അവസ്ഥയിലേക്ക് ആണും പെണ്ണും മാറിയിരിക്കുന്നു. പിന്നെ ഈ പെൺകുട്ടികൾക്കൊക്കെ വളം കൊടുത്തും
അവർക്ക് അവരുടെ താൻ പോരിമയ്ക്ക്, ആൺകുട്ടികൾക്കും അതെ അവരുടെ അഹങ്കാരത്തിന് വളവും വെള്ളവും ഇട്ടുകൊടുക്കുന്ന മാതാപിതാക്കൾ ഈ പ്രശ്നത്തിൽ മിക്കവാറും ഒന്നാം പ്രതികളാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബാന്തരീക്ഷത്തിലെ ഒന്നാം പ്രതികൾ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും മാതാപിതാക്കളാണ് എന്ന സത്യം നീ അതൊന്നും സഹിച്ച് അവിടെ നിൽക്കേണ്ട കാര്യമില്ല. നീ അങ്ങനെ ആരും ഇല്ലാത്ത ഒരാളൊന്നുമല്ല, വെറുതെ കഷ്ടപ്പെട്ട് വളർത്തിയതല്ല നിന്നെ, അങ്ങനെ കഷ്ടപ്പെടാൻ വേണ്ടി നിന്നെ പറഞ്ഞയച്ചതുമല്ല. വെറുതെ വീമ്പ് പറഞ്ഞ് ഗ്യാസ് കയറ്റി ഈ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഈ കുടുംബ ബന്ധം തകർന്നോട്ടെ എന്ന ധാരണയിലേക്ക് എത്തിക്കുന്നതും മിക്കവാറും മാതാപിതാക്കളാണ്. ആ സ്ഥിതിയിൽ ആരാണ് ഇത്തരം കാര്യങ്ങളുടെ കുറ്റക്കാരെന്ന് ആലോചിച്ച് നോക്കും. പിന്നെ നമ്മുടെ ഈ ആഗ്രഹങ്ങളില്ലേ, നമ്മുടെ ഈ കാമനകൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ ആസക്തികൾ, നമ്മുടെ മുതലാളി ആരാണോ, നമ്മുടെ കൈകാലുകൾ, കണ്ണ്, കാതുകൾ, കൽബ്, എല്ലാത്തിന്റെയും സാക്ഷാൽ ഉടമസ്ഥൻ ആരാണോ അവൻ തന്നെയാണ് നമ്മുടെ ആസക്തികളുടെ റബ്ബ്, ആഗ്രഹങ്ങളുടെ നാഥൻ, നമ്മുടെ സ്വപ്നങ്ങളുടെ തമ്പുരാൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ളതുപോലെ അള്ളാഹുവിന്റെ പൊരുത്തം, അവന്റെ സംതൃപ്തി നേടാവുന്ന വിധത്തിൽ ജീവിക്കാനുള്ള ശ്രമമാണ്, ശ്രദ്ധയാണ് വാസ്തവത്തിൽ ദാമ്പത്യത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കഷായത്തിൽ കലക്കി വിഷം കൊടുക്കേണ്ട ഗതികേടും, പാമ്പിനെ കൊണ്ട് ഭാര്യയെ പലവട്ടം കൊത്തിച്ച് പരീക്ഷിക്കേണ്ട ദുർഗതിയും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇത് മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസമേ ഇല്ല. ഈ വിഷയം മതകീയമായ വിഷയമല്ല, ഇതൊരു സോഷ്യൽ ആൻഡ് സൊസൈറ്റൽ സബ്ജക്റ്റ് ആണ്. ഈ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ശാന്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ദമ്പതികൾക്ക് സാധിക്കാത്ത ഒരു കാലഘട്ടമായല്ലോ ഇത് എന്ന വേദനയാണ്, വേവലാതിയാണ്. മതം ഇതിന്റെ തുണയ്ക്ക് വരും, പ്രവാചകൻ നമ്മളെ സഹായിക്കാൻ എത്തും, വിശുദ്ധ ഖുർആൻ നമുക്ക് തണൽ വിരിക്കും, വെളിച്ചം പകരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് സന്തോഷമായി സമാധാനമായി നമ്മുടെ കുടുംബ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിന് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ആങ്ങളമാർ ജാഗ്രത, അവരുടെ പെങ്ങന്മാർ അനാഥരാകാതിരിക്കുവാൻ. അതുപോലെ കൂട്ടുകാരി ഡിവോഴ്സ്ഡ് ആകുകയാണെങ്കിൽ എല്ലാം വീട്ടിൽ പറയുന്നതിന് പകരം എന്ന് മാത്രമല്ല, അതിനു മുമ്പ് കൂട്ടുകാരികളോട് ഷെയർ ചെയ്യും. അപ്പൊ കൂട്ടുകാരികളും അങ്ങനെ പറഞ്ഞ് പെരുപ്പിച്ച് വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഈ സാഹചര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട പ്രതികളായി വരാവുന്ന ആളുകൾ, പ്രതിപട്ടികയിലെ കൂട്ടുകാരികളോ, പ്രതിപട്ടികയിലെ ഭർത്താക്കന്മാരോ, ഭാര്യമാരോ, അവരുടെ ഒക്കെ മാതാപിതാക്കളോ, ബന്ധുക്കളോ, ആങ്ങളമാരോ, പെങ്ങന്മാരോ ഒക്കെ എല്ലാവരും ഇതിൽ കൂട്ടുകക്ഷികളാകാം. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ, അല്ല, സമാധാനത്തോടെ, സ്വൈരമായി, സ്നേഹത്തോടെ, ശാന്തമായി പരസ്പരം പറഞ്ഞ്, അറിഞ്ഞ്, നുകർന്ന്, പകർന്ന് അങ്ങനെ ജീവിക്കുന്ന കുടുംബാന്തരീക്ഷങ്ങളിൽ മക്കൾക്ക് മുഖത്ത് നോക്കി ജീവിക്കാൻ പറ്റുന്ന മാതാപിതാക്കളായി മാറാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കൾ സ്നേഹം അനുഭവിക്കണം. അവർ കഥ കേട്ട് വളരുകയല്ല, അനുഭവങ്ങൾ പങ്കുവെച്ച് വളരാൻ അവർക്ക് കുടുംബത്തിൽ അന്തരീക്ഷം ഉണ്ടാകണം, ദീനുണ്ടാകണം, ദീന്റെ സംസ്കാരം ഉണ്ടാകണം. ആ വസത്തിയ്യത്ത്, മിതത്വം, ഈ ഉമ്മത്തൻ വസത്ത എന്ന് പറഞ്ഞല്ലോ, ആ വസത്തിയ്യത്ത് കുടുംബജീവിതത്തിലും ദാമ്പത്യത്തിലും ഒക്കെ മോഡറേറ്റ് ആയ ഒരു നിലപാട്, ഒരു മധ്യമ നിലപാട്, വാക്കിലും നോക്കിലും പെരുമാറ്റത്തിലും സംസാരത്തിലും സമീപനത്തിലും സമ്പ്രദായങ്ങളിലും പ്രതികരണത്തിലും തീരുമാനങ്ങളിലും എല്ലാം ആ മിതത്വം പാലിക്കാൻ നമുക്ക് സാധിക്കണം. സൂറത്തുൽ റഅദിൽ അല്ലാഹു പറഞ്ഞതാണ്, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ, വിശ്വാസികൾക്ക് കടക്കാൻ ഒരു സ്വർഗ്ഗരാജ്യമുണ്ട്. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം, അവരുടെ മാതാപിതാക്കളോടൊപ്പമാണ് ആ സ്വർഗ്ഗപ്രവേശം, അവരുടെ ജീവിത പങ്കാളികൾക്കൊപ്പമാണ്. വദുരിയാതിഹിം, അതിൽ പിറക്കാനിടവന്ന മക്കൾക്കൊപ്പമാണ് ആ സ്വർഗ്ഗജീവിതം. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, മാലാഖമാർ കാത്തു നിൽക്കും നമ്മെ ആശംസിക്കുവാൻ, നമ്മെ സ്വീകരിക്കുവാൻ. എല്ലാ വാതിലുകളിലും മാലാഖമാർ കാത്തിരിക്കും. സലാമുൻ അലൈക്കും ബിമാ സബർത്തും, ക്ഷമ വേണം, സഹനം വേണം. അത് തൗഹീദിന്റെ രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ ബന്ധങ്ങളിൽ മാത്രമല്ല, അയൽവാസികളുമായി നല്ല ബന്ധം ഉറപ്പാക്കുന്നതിൽ മാത്രമല്ല, ദാമ്പത്യത്തിലും വൈവാഹിക ജീവിതത്തിലും ആ ക്ഷമ വേണം എന്നുകൂടി പറഞ്ഞുകൊണ്ട്, എത്ര നല്ല ഭവനമാണ് നമുക്ക് ഒരുമിച്ച് പാർക്കാൻ അള്ളാഹു കാത്തുവെച്ച
സ്വർഗലോകം എന്ന പ്രതീക്ഷയോടെ ഒരുമിച്ച് ജീവിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കുമാറാകട്ടെ. അള്ളാഹു നന്മ വരുത്തട്ടെ. നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങൾ സമാധാനം പൂത്തുലയുന്ന ഗൃഹാന്തരീക്ഷങ്ങളായി ഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ചുരുക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.